നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 72. ഏഷാ ഭ്രാമിസ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തിയൊഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും. കൃഷ്ണാവബോധം അഥവാ ദിവ്യജീവിതം ഒരാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടുവെന്ന് വരാം. ഒരാൾ ലക്ഷോപലക്ഷം ജീവിതങ്ങൾക്കു ശേഷവും ആ സ്ഥിതിയിലെത്തിയില്ലെന്നും വരാം. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൻ്റെയും അതംഗീകരിക്കുന്നതിൻ്റെയും പ്രശ്നമാണിത്. മരണത്തിന് അല്പം മുൻപ് കൃഷ്ണന് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് ഖഡ്വാംഗ മഹാരാജാവ് ഈ പരമാവസ്ഥ നേടി. പ്രാപഞ്ചിക ജീവിതത്തിന്റെ പ്രക്രിയ അവസാനിപ്പിക്കലത്രേ നിർവാണം. ബൗദ്ധ സിദ്ധാന്ത പ്രകാരം ഭൗതിക ജീവിതത്തിനു ശേഷം ശൂന്യതയാണുള്ളത്. ഭഗവത്ഗീത മറ്റൊരു തരത്തിലാണ് പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് ഭൗതിക ജീവിതം അവസാനിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നുള്ളൂ. തനി ഭൗതികവാദികൾക്ക് ഈ ഭൗതിക ജീവിതത്തിന് ഒരവസാനമുണ്ടെന്ന് മനസ്സിലാക്കുകയേ വേണ്ടൂ. ആധ്യാത്മികമായി പുരോഗമിച്ചവർക്കാകട്ടെ ഇതിനുശേഷം മറ്റൊരു ജീവിതമുണ്ട്. മരണത്തിനു മുൻപ് ഭാഗ്യവശാൽ കൃഷ്ണാവബോധം ഉദിക്കുന്നവർ ക്ഷണേന ബ്രഹ്മനിർവാണമടയുന്നു. ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നങ്ങളല്ല, രണ്ടും നിരപേക്ഷ തലത്തിൽ തന്നെ. അതിനാൽ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെടുകയെന്നാൽ ആത്മീയ തലത്തിലെത്തുക എന്നർത്ഥം. ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയ സുഖ പൂർത്തിക്കായുള്ള കർമ്മങ്ങളുണ്ട്. ആത്മീയ ലോകത്തിൽ കൃഷ്ണാവബോധഭരിതങ്ങളായ പ്രവർത്തനങ്ങളാണുള്ളത്. ഈ ജീവിതത്തിൽ കൃഷ്ണാവബോധം ഉദിക്കുന്നത് തന്നെയും ക്ഷണേന ലഭ്യമായ ബ്രഹ്മപദപ്രാപ്തിയത്രേ. ആ സ്ഥിതിയിലുള്ള ഭക്തൻ ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഭൗതിക പദാർത്ഥമെന്നതിന് തീരെ വിപരീതമാണ് ബ്രഹ്മപദം. അതുകൊണ്ട് ബ്രാഹ്മി സ്ഥിതി ഭൗതിക പ്രവർത്തനങ്ങളുടെ രംഗത്തു നിന്നകന്ന നിലയെ സൂചിപ്പിക്കുന്നു. ഭഗവത് സേവനത്തെ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനമെന്ന് ഭഗവത്ഗീത അംഗീകരിക്കുന്നുണ്ട്. ഗീതാവിഷയ സംഗ്രഹമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു.